നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗിലല്ല, നമ്മൾ സാധാരണഗതിയിൽ ട്രാവൽ വ്ളോഗും ആൽബങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് വന്നിരുന്നത്. ഇന്ന് ട്രാവൽ വ്ളോഗല്ല, ഇത് കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കറുകച്ചാൽ കോട്ടയം ജില്ലയാണ്. ഈ കറുകച്ചാൽ കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ജില്ല തുടങ്ങാം. ഇപ്പോൾ കറുകച്ചാലിലാണ് ഞങ്ങൾ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. എൻ്റെ സ്വന്തം വീട് വടവാതൂർ എന്ന് പറയും. അത് നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീടും അതിൻ്റെ പരിസരമൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കറുകച്ചാൽ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തല്ല, കുറച്ച് മാറി ഞാനൊരു കുറച്ച് സ്ഥലം, അതായത് ഒരു 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാൽ പോയ സമയത്ത് കൊടൈക്കനാലിലെ പൂണ്ടി, അതുപോലെ പൂണ്ടി കൂക്കൽ വില്ലേജ് ആ നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ഈ 2 വില്ലേജിൽ ഒരുപാട് കൃഷിയിടങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂക്കൽ വില്ലേജിൽ പോയ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, നമുക്ക് ഒരു ചെറിയ കൃഷിയുണ്ട്, പിന്നീട് ഇത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. കറുകച്ചാലിലെ നമ്മുടെ ചെറിയൊരു കൃഷിയിടം. അപ്പം നമ്മുടെ ഒരു വലിയ കൃഷിക്കാരനൊന്നുമല്ല, നല്ല കർഷകനല്ല. അപ്പോൾ നമ്മളിത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതിനു മുമ്പ് ഞാൻ കൃഷി ചെയ്തിട്ടുമില്ല. അപ്പം നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ഉത്തേജനമാണ് കൃഷി ചെയ്യാൻ എനിക്കും സാധിക്കും എന്നൊരു തോന്നൽ. അപ്പം അതിൻ്റെ മേലിലുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ നമുക്കിവിടെ കൃഷിക്ക് പണിക്ക് ആളെ നിർത്തി ഒന്നും ചെയ്യിക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു നിർവാഹമില്ല. സാമ്പത്തികമായ നഷ്ടം മാത്രമേ അതുകൊണ്ടുള്ളൂ. അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പാട്ടത്തിനെടുത്തിട്ട് ഞാനും എൻ്റെ ഫാദറും പിന്നെ സൗമ്യയും ഒക്കെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഒരു തരിശ് ഭൂമി ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു 5-6 വർഷമായിട്ട് കൃഷി ഒന്നും ചെയ്യാതെ ആരും ഇങ്ങോട്ട് കയറാതെ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ അവസ്ഥയൊന്ന് കാണണം. ഞാൻ അന്നേരം എടുത്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കയറി കാണുക. ഞങ്ങളിവിടെ വന്ന് കൃഷി തുടങ്ങുന്ന കാലത്ത്, അപ്പം ഒരു 4 മാസത്തിന് മുമ്പ്. ഇപ്പം കൃഷി തുടങ്ങി കുറേയൊക്കെ ചെയ്തു. ഇത് പയർ കൃഷിയാണ്. പയറൊക്കെ നമ്മൾ പറിച്ചെടുത്തു. പയറിൻ്റെ കാലാവധി കഴിഞ്ഞു, 4 മാസമായി. അപ്പോൾ നമ്മൾ അതൊക്കെ മൂടോടെ വെട്ടി കളഞ്ഞ ഒരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ പയറൊക്കെ നടുന്നതിന് മുൻപ് കാട് പിടിച്ച് കിടന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഈ കൃഷി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ അതൊന്ന് കാണുക. കണ്ടേച്ച് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം കാണാം. നേരത്തെ ഇവിടെ കൊക്കോയുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊക്കയൊക്കെ ഇങ്ങനെ വള്ളി കയറി ചുറ്റിപ്പണിഞ്ഞ് കിടക്കുകയാണ്. വാഴയുണ്ട്, വാഴയെല്ലാം ഇങ്ങനെ എല്ലാം പോയി. നമുക്ക് ഇതൊക്കെ മാറ്റി നല്ലൊരു കൃഷി ഇവിടെ ചെയ്യണം. ഇങ്ങനെ ചെറിയൊരു വെള്ളമൊഴുക്ക് അതെല്ലായിടത്തും ഉണ്ട്. ഇതും അങ്ങനത്തെ ഒരു വെള്ളമൊഴുക്കാണ്, പക്ഷെ അത് കാട് കയറി കിടക്കുകയാണ്. നമുക്കത് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ കുറേ കയറിയാൽ കേറുന്നതിരിക്കും മുകളിലോട്ട് പോയി. അത് നിണ്ടാതെ പറയടാ. അപ്പോൾ ഇതാ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം. ഇവിടെ കുറേ നാളുകളായിട്ട് കൃഷിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കാം. അപ്പോൾ നമുക്കിനി കാടെല്ലാം ചെത്തണം. കാടൊക്കെ വെട്ടി മാറ്റി നല്ലൊരു കൃഷിയിടാക്കി എടുക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു വെള്ളമൊഴുക്കുണ്ട്, ഉണ്ടോ? ഇതിങ്ങനെ ഒത്തിരി ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം ആയിട്ട് വെള്ളമൊഴുക്ക് കാണാം. വെള്ളം പൊങ്ങുന്ന അവസരത്തിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കയറത്തില്ല, എങ്കിലും ഈ ചാലൊക്കെ നന്നായിട്ട് നിറഞ്ഞ് വെള്ളം വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് അങ്ങോട്ട് മാറാം. അവിടെ ഒരു ചെറിയൊരു ഷെഡ് പണിയണം. കയറിയിരിക്കാൻ, കാപ്പ് കുടിക്കാനും ഉച്ചക്കത്തെ ഊണിനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാനുള്ളതാണ്.
അപ്പം അവിടെ തൊട്ടാണ് നമ്മളിങ്ങോട്ട് കൃഷി ചെയ്ത് വരുന്നത്. അപ്പം അങ്ങ് അറ്റത്ത് ഒരു ചെറിയൊരു ഷെഡ് കിട്ടുക എന്നുള്ളതാണ് പ്രാരംഭ പരിപാടി. എന്നിട്ട് തെളിക്കണം. നമ്മൾ പതുക്കെ അങ്ങോട്ട് കിടക്കുക. മുട്ടറ്റും വെള്ളമുള്ളൂ. അതുകൊണ്ട് ഞാൻ പാൻ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടാണ് പോകുന്നത്. ഭാവിയെ ചെറുപ്പൂരി കൈ പോകും. ഇറങ്ങിക്കോ, പേടിക്കണ്ട. പതുക്കെ പതുക്കെ പതുക്കെ. നമ്മൾ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയി ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഇത് മുഴുവൻ കണ്ടോ, അങ്ങോട്ടെല്ലാം കൃഷികളാണ് കുറേ ദൂരത്തേക്ക്. അവിടെ കുറേ വീടുകളുണ്ട്, പക്ഷേ അവിടെയൊക്കെ ഒത്തിരി വളഞ്ഞു ചുറ്റി വേണം പോകാനായിട്ട്. അപ്പം അത്യാവശ്യം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കയറി ഇരിക്കണമെങ്കിൽ നമ്മൾ പണിയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സല്ലാതെ വരുന്ന നല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നനയാതെ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫോണോ ഒക്കെ നനയാതെ വെക്കണമെങ്കിൽ ഇതൊക്കെ ഉള്ളൂ രക്ഷ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതങ്ങ് സെറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ പടുതൊക്കെ വീശി ഒരു ചെറിയൊരു ഷെഡ് പണിയാണെങ്കിൽ നമുക്ക് കയറിയിരിക്കാനുള്ള സൗകര്യം. പിന്നെ കാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഇവിടെ വെച്ച് തന്നെ അത്യാവശ്യം ചെറിയ കാപ്പിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ആയാൽ തന്നെ നമ്മുടെ പണിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡാകും. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ സെറ്റപ്പ് ആദ്യം ചെയ്യുക. പിന്നെ നമ്മുടെ ഷെഡിൻ്റെ പണി ഒരുവിധം പൂർത്തിയായിട്ടുണ്ട്. അകത്തൊരു ബെഞ്ച് ഉണ്ടാക്കണം, തറയിൽ എന്തെങ്കിലും ചെയ്യണം. ഷെഡ് പണിത് കഴിഞ്ഞാൽ കൃഷിപ്പണി നടക്കത്തില്ല. ഇവിടെ വന്നിരിക്കുള്ളൂ, ഭയങ്കര സുഖം ഇവിടെ ഇരിക്കാൻ. കാറ്റുണ്ട്, അടിപൊളി കാറ്റുണ്ട്. ഇവിടെ ഇരുന്ന് ഉറങ്ങാം. നമ്മൾ കൃഷി തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അങ്ങനെ മുഴുവൻ കാടായിരുന്നു, നല്ല നല്ല കാടായിരുന്നു.
അതിനകത്ത് ഒരുപാട് പാമ്പുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. ഏതായാലും ഇപ്പോൾ ശാന്തമായി. ഞങ്ങളൊന്ന് മൊത്തം തെളിച്ചിട്ട് 4 മാസം കൊണ്ടാണ്. കാര്യം നമ്മൾ മിഷനൊന്നും ഉപയോഗിച്ചില്ല, മരുന്നടിച്ചില്ല, തൂമ്പായ്ക്കും വെട്ടുകത്തിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് വെട്ടിത്തെളിച്ചതാണിത്. ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടിത്തെളിച്ചു. പക്ഷേ ഈ അടുത്ത സമയത്ത് ഭയങ്കര മഴയല്ലായിരുന്നു. കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് മഴ തോരാതെ മഴ പെയ്യായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ മുഴുവൻ ഞങ്ങൾ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ സ്ഥലത്ത് കൃഷി ചെയ്യുക. ഈ 4 മാസത്തിനിടയ്ക്ക് മഴയില്ലാത്ത ദിവസങ്ങൾ വളരെ കുറച്ചുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു. അപ്പം അങ്ങനെ മഴ പെയ്തതുകൊണ്ട് നമ്മൾ ഒരു വശത്തുനിന്ന് തെളിക്കും, പിന്നെ അത് കാട് കയറും, തെളിക്കും, കാട് കയറും. ഇങ്ങനെ തെളിക്കുന്നതിന് തൊട്ട് പുറയ്ക്കാൻ കാട് കയറുക. അപ്പോൾ നമ്മൾ തെളിച്ച് കുറേയൊക്കെ കൃഷി ചെയ്തെങ്കിലും അതിനിടയ്ക്കെല്ലാം വളരെ പെട്ടെന്നാണ് കാട് കയറുന്നത്. ഒരാഴ്ച അടുപ്പിച്ച് മഴ പെയ്താൽ കാടാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇത് കാട് കയറിക്കിടന്ന സ്ഥലമായതുകൊണ്ട് വളം വളരെ കുറവാണ് ഈ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിലധികം കൊണ്ട് ചാണകപ്പൊടിയൊക്കെ ഇനി എറിഞ്ഞ് അതിനെ ഒന്ന് നല്ല കൃഷിയുടെ ആക്കണം. അപ്പോൾ ഞങ്ങൾ തെളിച്ച് കൃഷി ഇട്ടെങ്കിലും കുറേ ഭാഗം ഇപ്പം രണ്ടാമത് തെളിച്ച് വരികയാണ്. അത് ഇപ്പം കൃഷി ഇട്ടത് പലതും ഇപ്പോഴും കാട്ടിനകത്ത് നിൽക്കുക. നമ്മൾ കോളിഫ്ലവറൊക്കെ നട്ടത് മിക്കവാറുമൊക്കെ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ചുറ്റുമൊക്കെ. നമ്മൾ അവിടെ മാത്രം തെളിക്കുന്നുള്ളൂ, സമയം അതേ കിട്ടുന്നുള്ളൂ. എങ്കിലും അവിടെ ഒക്കെ ഒന്ന് കാണാം. വാ. നമ്മൾ പയർ കൃഷി ഇട്ടത് ഇതാണ്. ഇത് പയറിൻ്റെ പന്തലിൻ്റെ ശേഷിപ്പുകളാണ്. പയറെല്ലാം നമ്മളതിൻ്റെ മൂടെല്ലാം വെട്ടിക്കളഞ്ഞു. നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് വിളവ് കിട്ടി. ഇപ്പം അടുത്തത് ഇടാനുള്ള പ്ലാനാണ്. ഇതൊരു 50 സെൻറ്റിനകത്ത് മുഴുവൻ കപ്പ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളൊരു 100 മീറ്റർ മാറി അപ്പുറത്ത് ഒരു 50 സെൻറ്റിനകത്ത് കപ്പ ഇട്ടിട്ടുണ്ട്. അത് കരയിൽ, ഇത് കണ്ടത്തിലെത്തും. അപ്പോൾ വേറൊരു ദിവസം അതും കൂടെ നമുക്ക് കാണാം. നമ്മൾ അന്ന് കിട്ടിയ ഷെഡ് ഇതാണ്. ഷെഡിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കപ്പ നട്ടിരുന്ന് കപ്പയൊക്കെ വളർന്ന് ഈ ഷെഡിൻ്റെ മുകളിലായി. ഇതാണ് അന്ന് ഈ വഴി ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളതിന് ശേഷം ആ വഴി തെളിച്ചതാണ്. ആ ഷെഡിൻ്റെ ഫ്രണ്ടിലായിരുന്നു വഴി ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു വഴി. അത് പിന്നെ നമ്മൾ മുഴുവൻ കപ്പ ഇട്ടു. കപ്പയാണ് ഇവിടെ. അതിനകത്തൊരു വഴിയില്ല. വഴി ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ പാല ഇട്ടേച്ച് ഇതാണ് വഴി. ഇങ്ങനെ അങ്ങോട്ട് വഴി ഇട്ടു. ഇതിപ്പോൾ നമ്മൾ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കറുകച്ചാൽ ഇത് ഭയങ്കര കാടായിരുന്നു കേട്ടോ. കണ്ടല്ലോ, വീഡിയോ കണ്ടല്ലോ അല്ലേ? ഭയങ്കര കാടായിരുന്നു. ഇപ്പോൾ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കറുകച്ചാൽ പറയുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയത്താണ് എൻ്റെ വീട്. എൻ്റെ സ്വന്തം വീട് ഈ കറുകച്ചാലിൽ നിന്ന് ഒരുപാട് ദൂരം പോകണം. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 22 കിലോമീറ്റർ പോകണം. ഇതാണ് നമ്മുടെ കോവൽത്തോട്ടം. ഞങ്ങൾ ഇന്ന് രാവിലെ കുറേ കോവയ്ക്ക പറിച്ചായിരുന്നു കേട്ടോ. അത് കാരണം ഇപ്പം കോവയ്ക്ക ഇല്ല. സന്ധ്യയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിരുന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഒരു വട്ടം നേരത്തെ തെളിച്ചതാണ്. തെളിച്ചിട്ട് വെണ്ട കൃഷി ചെയ്തിരുന്നു. വെണ്ട നമ്മൾ ഇഷ്ടം പോലെ വിറ്റു കേട്ടോ. അന്നൊന്നും വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ വിറ്റു. അതിനാദ്യ ഘട്ടമായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലേക്ക് പോയില്ല. ഇപ്പം നമ്മൾ രണ്ടാമത്തെ കൃഷി തുടങ്ങുകയാണ്. ഇപ്പം നമ്മളിവിടെ വെണ്ട ഇടുന്നില്ല. പകരം ഈ കോവൽ അങ്ങോട്ട് നീട്ടി ആ കാണുന്ന അങ്ങേയറ്റത്തെ 2 കണ്ടം കൂടെ ഇത് ഞാനിവിടെ ചാടി കാണിക്കാം. ഇതുണ്ട്. ഇവിടെ വെണ്ടയായിരുന്നു. അതിനപ്പുറത്തെ ആ കണ്ടത്തിലും വെണ്ടയായിരുന്നു. അതിനപ്പുറത്ത് കാണുന്ന പച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലം നമുക്കുള്ളതല്ല, അത് വേറെ ആളുടെയാണ്. അപ്പം ഈ രണ്ടിടത്തായിട്ട് വെണ്ട കൃഷി ഉണ്ടായിരുന്നു. വെണ്ട നമ്മൾ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കിട്ടി. നമ്മളത് പറിച്ച് കൊടുത്തു, വിറ്റു. ഇപ്പം നമ്മൾ അങ്ങോട്ടൂടെ കോവൽ നട്ടിരിക്കുക. കോവലിങ്ങനെ എല്ലാം കോവൽ കിളുത്ത് വരുന്നുണ്ട് കണ്ട. അപ്പം കോവൽ നട്ടു. ഇവിടെയൊക്കെ ഒരുപാട് പാമ്പുണ്ടായിരുന്നു കാടായിട്ട് കിടന്നപ്പോഴേ. നമ്മളിത് തെളിക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ മുഴുവൻ പാമ്പായിരുന്നു. ആ കോവയ്ക്ക പറിച്ചോടി, അല്ലെങ്കിൽ പറിച്ചെടുത്തു.
അതെല്ലാം മൂത്ത. ഇനി ഒരു ദിവസം അപ്പയൊക്കെ കാണിക്കാൻ പരിചയപ്പെടുത്താം. എൻ്റെ ഫാദർ. അത് ഷേപ്പ് വ്യത്യാസമുണ്ട്. അതായത് ഇത് കുറച്ച് ഉരുണ്ടതാണ്, ചെറിയ കോവയ്ക്കാണ്. പക്ഷെ നമ്മൾ അപ്പുറത്തെത്തിക്കുന്ന കുറച്ച് നീളമുള്ള ഒരുമാതിരി വെള്ള കളറുള്ള കോവയ്ക്കാണ്. അപ്പോൾ ഇതിവിടെ മുഴുവൻ ഈ കാനയുണ്ട്. ഇങ്ങനെ കാന ചാടിക്കടന്ന് മടുത്തു. അത് കാരണം ഞങ്ങൾ ഇവിടെയുള്ള കവുങ്ങൊക്കെ വെട്ടി പഴയ ചെറിയ പനയൊക്കെ വെട്ടി ഇങ്ങനെ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കാനയെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമുക്ക് ഇതിനുള്ള വെള്ളം സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഞങ്ങൾ കാനയെന്ന് പറയും. ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും ഭാഷ പറയുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാനയ്ക്ക് പകരം വേറെ എന്തെങ്കിലും പേരുണ്ട് പറയാം. ഉണ്ടടി. കപ്പയും കോവിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാടി എടുക്ക്. സന്ധ്യയായേ. പകൽ ഭയങ്കര തീ വെയിലാണ്. ഞങ്ങൾ വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ വേണ്ടിയൊക്കെ വന്നാ. അപ്പോൾ ദേ നമ്മുടെ കത്തിരിക്ക നിൽക്കുന്നുണ്ടോ? ഉരുണ്ട് കത്തിരിക്ക. ഉറുമ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ വഴുതനയുണ്ട്. കോളിഫ്ലവർ ഉണ്ടോ? ഇത് ഒരു കോളിഫ്ലവർ കൂടെ വെച്ചിരിക്കുന്നുള്ളൂ. അപ്പുറത്തൊരു കുറച്ച് കോളിഫ്ലവർ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വഴുതന നിൽക്കുന്നുണ്ടോ? ഇതാ അപ്പടി ഉറുമ്പുണ്ട്. ഉറുമ്പൊരു വലിയ ശല്യമാണ്. അതിനെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. ക്രിസ്മസിനെ കേൾക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് വേണം തയ്ക്കാൻ. കാനയ്ക്കകത്ത് നിന്ന് വളർന്നു കയറിയാണ് പുല്ല്. ഇതൊരു കാനയാണ്. ഇതിനകത്ത് നല്ല വെള്ളമുണ്ട്. അത് തെളിച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യം കാന വൃത്തിയാക്കിയതാണ്. പെട്ടെന്ന് അതിനകത്ത് കാട് കയറുന്നു. ആദ്യത്തെ 6 മാസത്തെ പണി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. കാന തെളിച്ചും പറമ്പ് തെളിച്ചും ഒക്കെ അങ്ങ് പോകും. ഇനിയിപ്പം ഒന്ന് മൊത്തം ക്ലിയർ ആകാൻ എന്നാളൊരു 6 മാസം പിടിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വിളവെടുപ്പ് നോക്കിയാൽ മതി. എന്നാലും പയറും പാവലും കോവലും ഒക്കെ നമ്മൾ വിറ്റ് കേട്ടോ. വെണ്ട ഒരുപാട് കൊടുക്കാൻ പറ്റി.
എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നത് കൊണ്ട് പറിക്കുന്നു, അന്ന് വൈകിട്ട് തന്നെ കറി വെക്കാൻ കൊടുക്കുന്നു. അതുകൊണ്ട് ആ കറിക്ക് എപ്പോഴും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ചോദിച്ചുകൊണ്ടേ ഇരുന്നു. നമ്മുടെ വെണ്ടയ്ക്കായും പാവയ്ക്കായും കോവയ്ക്കായും ഒക്കെ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കുറേ പച്ചമുളക് കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ അത് കുറച്ച് വളർന്ന് നിൽക്കുന്ന ഒരു പ്രായമാണിത്. അപ്പോൾ ഈ പച്ചമുളക് ഇതിലിതേ ചുമന്ന പച്ചമുളക് നിൽപ്പുണ്ട്, നല്ല പഴുത്തത് പാകമായി വിത്തിനെടുക്കാവുന്ന പരുവത്തിലിരിപ്പുണ്ട്. ബാക്കി പച്ചമുളക് കുറേ നമ്മൾ പറിച്ചായിരുന്നു, ഇപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതായത്. ആണോ? ആ ആ ആ ആ കോളിഫ്ലവർ ഇങ്ങനെ പലയിടത്തായിട്ട് കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വഴുതനയാണ്. ഇവിടെ ഒരു പാവലുണ്ട്, പാവൽത്തോട്ടമാണ് നിൽക്കുന്നത്. അതിനകത്തത് സൗമ്യ അതിനകത്ത് കുറച്ച് പുല്ലുണ്ടായിരുന്നു, പുല്ല് പറിക്കാൻ വേണ്ടി അവരോട് കയറിയതാണ്. സന്ധ്യയായിപ്പോയി. ആ ഇവിടെയൊക്കെ പാവയ്ക്കായിട്ടുണ്ട്, ഇവിടെയുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ആ കാണുന്നത് പടവലമാണ് കേട്ടോ. പടവലത്തിൻ്റെ പന്തലാണ്. നമ്മൾ ഇന്ന് അങ്ങോട്ട് കയറുന്നില്ല, ഒരുവിധം ഇരുട്ടായി, സന്ധ്യയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്തി ഈ കാട് ഇപ്പോഴുള്ള ഈ കാടുമൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് കുറച്ചുകൂടെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത കൃഷി മുതൽ നമ്മൾ കുറച്ചുകൂടെ ലൈവായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളെ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സന്ധ്യയായി, അപ്പം ലൈറ്റ് പോവാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൃഷിയിടത്തിലെ ചെറിയ ഉദ്യമത്തിൻ്റെ വാർത്തകൾ. അപ്പോൾ നമ്മളിത് കൂടുതൽ വിപുലമാക്കണം, നമ്മുടെ ലാഭോളം വിപുലമാക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇനിയും വേറെ എവിടെയെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് സ്ഥലം കിട്ടുമെന്നുണ്ടെങ്കിൽ, ദൂരെയല്ല, ഇതിനടുത്ത് നമ്മൾ താമസിക്കുന്നതിന് സമീപത്തായിട്ട് എവിടെയെങ്കിലൊക്കെ കൃഷി ചെയ്യാൻ സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെയൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ പണിയാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം ഇത് അടുത്ത തവണത്തെ കൃഷി കുറച്ചുകൂടെ ഭംഗിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ തവണ നമ്മൾ വ്ളോഗൊന്നും ചെയ്യാതിരുന്നത്, വീഡിയോ കാണിക്കാതിരുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ആദ്യത്തെ പരിശ്രമമല്ലേ അത്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ ഒക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്യാമറ പിടിക്കാനൊന്നുമുള്ള സാവകാശമില്ല. അതുപോലെ തന്നെ കാണിക്കാൻ മാത്രമുള്ള ഒരു ഭംഗി ഈ സ്ഥലത്തിനുണ്ടാകുക. അപ്പോൾ നമ്മൾ ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇനി അടുത്ത തവണത്തേനാണ് അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഭംഗിയും കൃഷിയിടത്തിൻ്റെ ഒരു പകിട്ട് കിട്ടുന്നത്. ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുക പലയിടങ്ങളും. അപ്പോൾ തെളിക്കുന്നു. ഇനി അടുത്ത തവണ കാട് കുറയുന്നൊരു പ്രതീക്ഷയിലാണ് തെളിച്ച് കൃഷി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി തുടർച്ചയായിട്ട് നമ്മുടെ ഈ ചെറിയ കൃഷിയിടത്തിൻ്റെ വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ പ്രതിസന്ധികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പം പറയുന്നില്ല, അത് വിശദമായിട്ട് പിന്നീട് പറയാം. ആ പ്രതിസന്ധികൾ നിൽക്കുകയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. നമ്മൾ ട്രാവൽ വ്ളോഗ് എല്ലാം ഏകദേശം ഒരു വലിയ ബുദ്ധിമുട്ടിൽ കിടക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയുള്ള വ്ളോഗുകളിൽ ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും പറയാം. പക്ഷേ പ്രശ്നം പറയുന്നതിന് മുമ്പ് അതിന് പരിഹാരം കാണണം എന്നൊരാഗ്രഹമുണ്ട്. പരിഹരിച്ചതിന് ശേഷം നമുക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം എന്നുള്ളതാണ് ആഗ്രഹം. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ താഴെ ഇടുക. അപ്പം വേറെ ഒരു പണി ഇല്ലാഞ്ഞിട്ടാണോ നീയൊക്കെ വ്ളോഗ് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് പണികളുണ്ട്. അതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു പരിപാടിയാണിത്. ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഇതല്ലാതെയും നമുക്ക് ഒരുപാട് ജോലികൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഇതിനകത്തൂടെ പങ്കുവെക്കുന്നതാണ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഒരുപാട് വർക്കുകളുണ്ട്, അതെല്ലാം കാണിക്കുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.